ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഫേവറേറ്റ് ഡിഷായ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചിലയിടത്ത് ഏഷ്യാഡ്, ചിലയിടത്ത് എല്ലും കപ്പ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഡിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല എല്ലിൽ നല്ല നെയ്യോട് കൂടിയിട്ടുള്ള ഇറച്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇറച്ചിയും തോനെ എല്ലുമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഒരു കൈക്കണക്കിനാണ്. ഇതിനകത്ത് ഇത്ര ടീസ്പൂൺ അങ്ങനെയൊന്നും പറയുന്നില്ല. അമ്മ ആ ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ എല്ലാം ചേർക്കും, പൊടികളൊക്കെ ചേർക്കണം. പിന്നെ അതേ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഈസ്റ്റേണിൻ്റെ മസാലപ്പൊടിയാണ് ചേർക്കുന്നത്, മീറ്റ് മസാല. അതും ഒരു സ്പൂണോളം വരും. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം കൈക്കണക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ പറയാത്തത്. പിന്നെ ഇതിനകത്തേക്ക് ഇതിനകത്തിപ്പോൾ 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഈ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയൊന്നും അല്ല, സാധാ മുളക് പൊടിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണേ. ഈ മിക്സിങ്ങിലാണ് ശരിക്കും പറഞ്ഞ കാര്യം. എല്ലിലും ബാക്കി ഇറച്ചിയിലും ഒക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കണം. എന്നിട്ട് നമ്മളിത് കുക്കറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. എന്നിട്ടൊരു 13 വിസിൽ ഇത് കേൾക്കണം, എങ്കിലും നന്നായിട്ട് ഇറച്ചി ഇങ്ങനെ വിട്ടു വരത്തുള്ളൂ. പിന്നെ അതിന് വേണ്ട ബാക്കി ഹൻസാരികളാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൊച്ചുള്ളിയൊക്കെ. പിന്നെ എല്ലും കപ്പയിൽ പ്രധാനമായിട്ടും നല്ല കപ്പ വേണമല്ലോ. നല്ല അടിപൊളി നാടൻ കപ്പ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാല, ഇതിനകത്ത് മെയിനായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാലയും ചേർത്തിട്ടുണ്ട്. അത് മൂപ്പിച്ച് വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ പട്ട, ഏലക്ക, ഗ്രാമ്പു അതും വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ തക്കാളിയും പച്ചമുളകും ചെറിയുള്ളിയും വലിയുള്ളിയും കൂടെ നമ്മൾ അടുപ്പിലാണ് ഇത് ചെയ്യുന്നത്. കപ്പ നമ്മൾ കഴുകാനായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ ആദ്യം കത്തിച്ചിട്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഇത് കുറച്ച് മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോഴത്തേക്കും 13 വിസിലടിച്ച് നമ്മുടെ എല്ലാം അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വഴറ്റിയ ഉള്ളിയും സവാളയും കൂടെ ചേർക്കണം. പിന്നെ നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന മസാലപ്പൊടിയും കൂടി ചേർക്കണം. അപ്പോഴത്തേക്കും ഇതിൻ്റെ മസാലക്കൂട്ട് റെഡിയാവും. അതാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. എന്നാൽ മൊത്തം മസാല ഇതിനകത്തേക്ക് അങ്ങ് ചേർക്കുവാണ്. നമ്മൾ ഇതിനകത്തേക്ക് ഗരം മസാല പ്രത്യേകം വറുത്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ചേർത്തിട്ടില്ല. ഇനി ഇത് നമ്മൾ പൊടിച്ചിട്ട് വേണം ചേർക്കാൻ. എന്നിട്ട് ഈ ഉള്ളി സവാള ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഈ മിക്സിങ്ങിലാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. എങ്കിലും എല്ലായിടത്തോട്ടും ആവി കാരണം ശരിക്കും എനിക്ക് ആ ഒരു വിഷ്വൽ എടുക്കാൻ പറ്റുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ മസാലയുടെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ബാക്കി എല്ലിൽ നിന്നും ഇറച്ചിയിൽ നിന്നും ഇറങ്ങുന്ന വെള്ളമാണ് ഇതിനകത്ത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് തീ കത്തിക്കണേ. ഇനി നമ്മളിത് വിസിലടുപ്പിക്കുന്നില്ല, ചെറു തീയിൽ വെച്ചിരുന്നാൽ മതി. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, അതും കൂടി പൊടിച്ചിനകത്തേക്ക് ആവശ്യത്തിന് ചേർക്കണം. ഒരു മീഡിയം സൈസ് കണക്കുണ്ടല്ലോ. എന്നിട്ട് നന്നായിട്ടിത് തീ കൊള്ളിക്കണം. ആ വെള്ളം കുറച്ച് വറ്റിച്ചെടുക്കണേ. എന്നിട്ട് നമ്മളിതിനകത്ത് വെളിച്ചെണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ട്, അതുകൊണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ച് വയ്ക്കാം. തീയൊന്നുമില്ല. ഇതേ കപ്പ നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കപ്പ വേവിക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് തേങ്ങായും ജീരകവും പച്ചമുളകും ചേർത്ത് അരച്ചാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒന്നും കാണിക്കാൻ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ കുക്കറി വേവിച്ച ബീഫും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിനി മിക്സിങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അതെ അടുപ്പിലോട്ട് ജസ്റ്റ് വെച്ചൊരു തീ കൊടുത്തിട്ട്, ഇത്രയും വെള്ളമുണ്ട്, പക്ഷേ കപ്പ ഇടുമ്പോഴത്തേക്കും ആ വെള്ളം കറക്റ്റായിട്ട് ഒരു കറക്റ്റ് അളവിലായിരിക്കും. അപ്പോൾ കുറച്ച് കപ്പ ഇട്ടിട്ട് നമ്മളിത് കറിവേപ്പിലയും കൂടെ തൂക്കി നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എല്ലും കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ അമ്മമാർക്ക് അതിൻ്റെ ഒരു കൈക്കണക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഒരു സലാഡും കൂടി ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ.